നെറ്റ്കോട്ട സാരീസ് ആണ്. നെറ്റ്കോട്ടയിൽ നല്ല ബ്യൂട്ടിഫുൾ പാറ്റേണിലാണ് എംബ്രോയിഡറി വർക്ക് വന്നിരിക്കുന്നത്. അതും നല്ല അഫോർഡബിൾ പ്രൈസ് റേഞ്ചിലാണ് സാരീസ് വന്നിരിക്കുന്നത്. കളേഴ്സും നല്ല നല്ല കളേഴ്സിലാണ്. ഫസ്റ്റ് സാരി നല്ലൊരു പേസ്റ്റൽ യെല്ലോ ആണ്, ഒരു പീച്ച് ലൈറ്റ് പീച്ച് ടിൻറ്റഡ് യെല്ലോ ആണ് സാരിയുടെ ഷെയ്ഡ് വന്നിരിക്കുന്നത്. അതിൽ ഫുൾ ബോഡിയിലും ഫ്ലോറൽ എംബ്രോയിഡറി വർക്കാണ്. വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ ഈ ഒരു പാറ്റേണിലുള്ള മോട്ടീവ്സ് ആയിരിക്കും ബോഡി കംപ്ലീറ്റ് വരുന്നത്. ഡബിൾ സൈഡ് ബോർഡർ വരുന്നുണ്ട്. ഒരു സെറി വുവൻ സ്റ്റൈലിൽ ബനാറസി സ്റ്റൈലുള്ള സെറി പാറ്റേണിലായിരിക്കും മുകൾ ഭാഗത്ത് ബോർഡർ വരുന്നത്. അത് കഴിഞ്ഞ് വീണ്ടും ഫ്ലോറൽ ഡിസൈൻസ് ആണ് ഫുൾ ബോഡി വരിക. പ്ലീറ്റ്സ് വരുമ്പോൾ ഹാഫ് പോർഷൻ, അത് കഴിഞ്ഞ് ചെസ്റ്റ് പോർഷൻ വരുമ്പോൾ ഈ ഒരു പാറ്റേൺ വന്നിട്ട് ലോവർ ബോർഡർ സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ ഒരു പാറ്റേണിലാണ്. അത് കണ്ടിന്യൂ ചെയ്ത് മുന്താണി വരെ വരുന്നുണ്ടത്. ഞാൻ ക്ലോസറിൽ കാണിക്കാം കേട്ടോ. സോഫ്റ്റ് നെറ്റ് കോട്ടയാണ് സാരിയുടെ മെറ്റീരിയൽ വരുന്നത്. ഈ ഒരു പാറ്റേണിലായിരിക്കും ബോഡിയിൽ ഈ ഒരു ഫ്ലോറൽ എംബ്രോയിഡറി വർക്ക് വരുന്നുണ്ട്. ലോവർ ബോർഡർ വരുമ്പം ഈ ഒരു പാറ്റേണിലാണ് ഒരു ത്രെഡ് എംബ്രോയിഡറി വരുന്നത്. നല്ലൊരു കണ്ടോ ഈ ഒരു സ്റ്റൈലുള്ള വർക്ക് വന്നിട്ട് ഫ്ലോറൽ ഡിസൈൻസിൽ വരുന്നുണ്ട് വർക്ക്. വീണ്ടും അതേ ബനാറസി ബോർഡർ ആയിരിക്കും ലോവറിൽ വരിക. അപ്പുറം ലോവറും ആ ഒരു ബനാറസി ബോർഡർ വന്നിട്ടാണ് ആ ഒരു ഫ്ലോറൽ ഡിസൈൻസ് വരുന്നത്. നല്ല കളറുമാണ്. എല്ലാ സാരീസിനും കളേഴ്സ് നല്ല നല്ല ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത് സാരി. മുന്താണി ബ്ലൗസ് വരുന്നത് പ്ലെയിൻ വന്നിട്ട് വിത്ത് ആ ഒരു ബനാറസി ബോർഡർ ആയിരിക്കും ബ്ലൗസിന്റെ സ്ലീവിൽ വരും. സെയിം ഡിസൈനും സെയിം ഫാബ്രിക്കും തന്നെയാണ്. ആ ഒരു കളർ മാറിയിട്ടുണ്ട്. ഇത് വരുന്നത് ബേബി പിങ്ക് ആണ് സാരിയുടെ ഷെയ്ഡ് വന്നിരിക്കുന്നത്. സെയിം അതേ സ്റ്റൈലിൽ തന്നെ ആയിരിക്കും. എംബ്രോയിഡറി വർക്ക് എല്ലാം സെയിം പാറ്റേൺ. ബോഡി കംപ്ലീറ്റ് അതേ മോട്ടീവ്സ് വന്നിട്ട് വിത്ത് ബനാറസി സ്റ്റൈലുള്ള ബോർഡർ ആയിരിക്കും സാരിക്ക് വരിക. മുന്താണി ഇതാണ് സാരിയുടെ പല്ലു. ബ്ലൗസ് വരുന്നത് പ്ലെയിൻ ആയിരിക്കും. ബോഡി പ്ലെയിൻ വന്നിട്ട് ആ ഒരു ബനാറസി ബോർഡർ ആയിരിക്കും ബ്ലൗസിന്റെ സ്ലീവിൽ വരും. അടുത്ത കളർ നല്ലൊരു പിസ്ത ഗ്രീൻ ആണ് സാരിയുടെ ഷെയ്ഡ് വന്നിരിക്കുന്നത്. പിസ്ത ഗ്രീനിലും സെയിം സ്റ്റൈൽ. എംബ്രോയിഡറി വർക്കിന്റെ പാറ്റേൺ എല്ലാം സെയിം തന്നെ. ഡബിൾ സൈഡ് ബനാറസി ബോർഡർ, ഫ്ലോറൽ ഡിസൈൻസ് വിത്ത് പല്ലു. സെയിം വർക്ക് തന്നെ വരുന്നത്. ഇത് വരുന്നത് ഒരു റോസ് ഗോൾഡും പീച്ചും കൂടി ബ്ലെൻഡഡ് ആണ് സാരിയുടെ കളർ. ബോഡി കളർ വരുന്നത് സെയിം സ്റ്റൈൽ ഫ്ലോറൽ എംബ്രോയിഡറി വർക്ക് തന്നെ ആയിരിക്കും വരുന്നത്. ആ ഒരു ബനാറസി സ്റ്റൈലിൽ തന്നെയുള്ള ബോർഡർ, പല്ലു, ബ്ലൗസ്. ചിക്കു ടോൺ ആണ് സാരി. ചിക്കുവിലും സെയിം സ്റ്റൈൽ ഫ്ലോറൽ എംബ്രോയിഡറി വർക്ക്, ഡബിൾ സൈഡ് ബോർഡർ, മുന്താണി, പ്ലെയിൻ ബ്ലൗസ് വിത്ത് ബനാറസി ബോർഡർ. അടുത്ത കളർ നല്ലൊരു പേസ്റ്റൽ പീച്ച് ആണ് സാരിയുടെ ഷെയ്ഡ് വന്നിരുന്നത്. പീച്ചിലും അതേ സ്റ്റൈലിൽ തന്നെയാണ് വർക്ക് എല്ലാം സെയിം പാറ്റേൺ വിത്ത് പല്ലു. നെക്സ്റ്റ് സാരി നല്ലൊരു പേസ്റ്റൽ ഗ്രീൻ ആണ് വന്നിരിക്കുന്നത്. സാരിയുടെ ബോഡി കളർ വരുന്നത് ഗ്രീൻ ആണ്. ആ ഒരു ഡിസൈൻ മാറിയിട്ടുണ്ട്. ഫ്ലോറൽ ഡിസൈൻസിന്റെ ആ ഒരു പാറ്റേണിൽ ചെറിയൊരു വേരിയേഷൻ വന്നിട്ടുണ്ട്. ഇതിൽ വരുമ്പോൾ ഈ ഒരു സ്റ്റൈലായിരിക്കും ഒരു ഫ്ലോറൽ എംബ്രോയിഡറി വർക്കിന്റെ ബോർഡർ വരുന്നത്. ബോഡിയിൽ മോട്ടീവ്സ് വരുന്നത് ഈ ഒരു പാറ്റേണിലായിരിക്കും. നല്ലൊരു പേസ്റ്റൽ പിസ്ത ഗ്രീൻ ആണ് സാരിയുടെ ഷെയ്ഡ്. ഇതായിരിക്കും ഫുൾ സാരി. ഈ ഒരു സ്റ്റൈലായിരിക്കും വരിക. മുന്താണി സാരിയുടെ പല്ലു. ഗോൾഡൻ സെറി ലൈൻസിലാണ് റണ്ണിങ് ബ്ലൗസ് വരുന്നത്. സ്ട്രൈപ്പ് ഡിസൈൻസിലായിരിക്കും ബ്ലൗസ് വരുന്നത്. അടുത്ത കളർ ലാവൻഡർ ആണ് സാരിയുടെ ഷെയ്ഡ് വരുന്നത്. സെയിം സ്റ്റൈൽ ഫ്ലോറൽ എംബ്രോയിഡറി വർക്ക് വിത്ത് റണ്ണിങ് പല്ലു ആൻഡ് ബ്ലൗസ്. നെക്സ്റ്റ് കളർ പൗഡർ ബ്ലൂ ആണ് സാരി വന്നിരിക്കുന്നത്. സെയിം അതേ വർക്ക് തന്നെ കേട്ടോ. ഫുൾ സാരി സെയിം അതേ മോട്ടീവ്സ്, ഡബിൾ സൈഡ് ബോർഡർ വിത്ത് പല്ലു. അടുത്ത കളർ നല്ലൊരു ഗ്രേ ആണ് സാരി വന്നിരിക്കുന്നത്. പെൻസിൽ ഗ്രേയുടെ തന്നെ ലൈറ്റ് ടോൺ ആണ്. സെയിം സ്റ്റൈൽ വർക്ക്. ഇതിനെല്ലാ സാരീസിനും കോൺട്രാസ്റ്റ് ആയിട്ട് ബ്ലൗസ് നമുക്ക് ഡ്രേപ്പ് ചെയ്യാം. ഇതിന്റെ കൂടെ വരുന്നത് അതേ ലൈൻസ് ആണ്. ഗോൾഡൻ സെറി ലൈൻസിലാണ് റണ്ണിങ് ബ്ലൗസ് വരുന്നത്. ആ ഫ്ലോറൽ ഡിസൈൻസിൽ ചെറിയൊരു ചേഞ്ച് വന്നിട്ടുണ്ട്. കളർ വരുന്നത് പൗഡർ ബ്ലൂ ആണ് സാരി. ഇതിന്റെ ഫ്ലോറൽ പാറ്റേൺ വരുമ്പോൾ ബോഡിയിൽ ഈ ഒരു മോട്ടീവ്സ് ആയിരിക്കും. ഫ്ലോറൽ ഡിസൈൻസിന്റെ ആ ഒരു എംബ്രോയിഡറി വർക്കിന്റെ മോട്ടീവ്സ് ആയിരിക്കും ബോഡിയിൽ വരിക. ലോവർ ബോർഡർ വരുമ്പം ഈ ഒരു പാറ്റേണിലാണ്. ഒരു സർക്കുലർ മോട്ടീവ്സും ഫ്ലോറൽ ഡിസൈൻസിലും ആയിരിക്കും ലോവർ ബോർഡർ വരിക. പ്ലീറ്റ്സ് വരുമ്പം എല്ലാ സാരീസിനും വരുന്ന പോലെ തന്നെ ഒരു ഹാഫ് പോർഷനിലായിരിക്കും ആ ഒരു വർക്ക് വരുന്നത്. ഫ്ലോറൽ മോട്ടീവ്സും വരുന്നുണ്ട്. ആ ഒരു ബുട്ടി വർക്കും വരുന്നുണ്ട് പേൾ ക്രീമിൽ തന്നെയുള്ള. അത് കഴിഞ്ഞ് ലോവർ ഏരിയയിൽ നിന്ന് ഈ ഒരു ഇവിടെ നിന്നായിരിക്കും ഈ ഒരു ബോർഡർ സ്റ്റാർട്ട് ചെയ്ത് എല്ലാ സാരീസും ഈ ഒരു പാറ്റേൺ തന്നെ ആയിരിക്കും വരുന്നത്. മുന്താണി കംപ്ലീറ്റ് ഈ ഒരു വർക്ക് വരുന്നുണ്ട്. മുന്താണിയുടെ എൻഡിൽ വരുമ്പം സിൽവർ സെറിയിലാണ് സ്ട്രൈപ്പ് ഡിസൈൻസിലുള്ള പല്ലു വരുന്നത്. സെയിം സ്റ്റൈലിൽ തന്നെ സിൽവർ സെറിയിൽ തന്നെ ആയിരിക്കും റണ്ണിങ് ബ്ലൗസും വരുന്ന സാരിക്കും. വളരെ അഫോർഡബിൾ പ്രൈസ് റേഞ്ചിൽ വന്ന നല്ല ബ്യൂട്ടിഫുൾ സാരീസ് ആയിരുന്നു. സോഫ്റ്റ് നെറ്റ് കോട്ടയായിരുന്നു, സൂപ്പർ നെറ്റ് കോട്ടയായിരുന്നു സാരിയുടെ ഫാബ്രിക് വന്നത്. ഡിഫറെന്റ് പാറ്റേണിലായിരുന്നു എംബ്രോയിഡറി വർക്ക് വന്നത്. ഇത് ലാസ്റ്റ് സാരിയാണ്. സെയിം അതേ സ്റ്റൈലിൽ തന്നെ അതേ സർക്കുലർ മോട്ടീവ്സ് ആൻഡ് ഫ്ലോറൽ ഡിസൈൻസിലായിരിക്കും എംബ്രോയിഡറി വർക്ക് വരിക. കളർ പറയുകയാണെങ്കിൽ ഒരു പേസ്റ്റൽ പീച്ചാണ് സാരിയുടെ ഷെയ്ഡ്. നല്ലൊരു ലൈറ്റ് ടിൻറ്റഡ് പീച്ചാണ് സാരിയുടെ കളർ. അതിൽ ഈ ഒരു സ്റ്റൈലായിരിക്കും. ഫുൾ അതേ ഒരു സർക്കുലർ മോട്ടീവ്സും ഫ്ലോറൽ ഡിസൈൻസും വരുന്നുണ്ട്. ബോഡി മുന്താണി സെയിം പാറ്റേൺ. സിൽവർ സെറി വുവൻ ലൈൻസിലായിരിക്കും മുന്താണിയുടെ എൻഡ് വന്നിട്ട് അതേ ലൈൻസിൽ തന്നെയായിരിക്കും സിൽവർ സെറിയിൽ റണ്ണിങ് ബ്ലൗസ് വരുന്നുണ്ട്.